ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ടീച്ചറിന്റെ കുട്ടി കുട്ടി കുറുമ്പുകൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. മക്കളെ, നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് സസ്യങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ കാണാറുണ്ടോ? ടീച്ചർ നോക്കുമ്പോ ടീച്ചർ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പൊ ടീച്ചർ നോക്കുമ്പോൾ എന്താണ്, ടീച്ചറിന്റെ വീട്ടില് എത്ര ചെടികളും എത്ര സസ്യങ്ങളും ആണെന്നറിയോ? വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ടീച്ചറിന്റെ കണ്ണിന്റെ അടുത്ത് കണ്ണെത്തുന്ന ദൂരത്തില് ഒരു വാഴ ഇരിക്കുന്നു. അപ്പൊ ടീച്ചർ വിചാരിക്കുകയാണേ, എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മൾ ഈ വാഴയെ കൊണ്ട് നിറവേറ്റുന്നത്. ടീച്ചർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചറിന്റെ അമ്മ വന്നിട്ട് ആ വാഴയില എടുത്ത് എന്തിനാ? അട ചുടാൻ വേണ്ടിട്ടാ. അപ്പൊ വാഴയില ടീച്ചറിന്റെ അമ്മ എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നെയോ അതിലൊരു കൊല ഉണ്ടായിരുന്നു, വാഴക്കുല. അതെന്തിനു വെച്ചതാന്നറിയോ? പാകായിട്ട് വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയാ. അപ്പൊ വാഴ നമുക്ക് വാഴപ്പഴം തരുന്നുണ്ട്. അതുപോലെ വാഴയുടെ ഇലയോ അത് നമ്മള് ഭക്ഷണം പൊതിയാനൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ അടച്ചുടാൻ എടുക്കുന്നുണ്ട് അല്ലേ? അതിന്റെ നാര് ഉപയോഗിച്ച് എന്താണ് പല സാധനങ്ങളും കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ട്. പല സാധനങ്ങളും കെട്ടാനായിട്ട് നമ്മള് എടുക്കാറുണ്ട്. പിന്നെ ഇല്ലേ, ടീച്ചറിന്റെ വീട്ടില് മിക്ക ദിവസങ്ങളിലും എന്താണ് തോരനായിട്ട് ഉപ്പേരിയായിട്ട് ഉണ്ടാവുകയെന്നറിയോ? ഉണ്ണിക്കാമ്പ്, വാഴയുടെ തണ്ട്, അതാണ് ഉപ്പേരിയായിട്ട് വെക്കാറ്. അതുപോലെ മാമ്പ് എന്നൊക്കെ പറയുന്ന വേറൊരു, നിങ്ങൾ കണ്ടില്ലേ, തേനൊക്കെ കിട്ടും. ഇനി നോക്കണം കേട്ടോ, കാണുന്നില്ലേ നിങ്ങളെ? അത് നമുക്ക് ഭക്ഷണത്തിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വാഴയുടെ ഇല, പിന്നെന്താ, പശുവിനൊക്കെ തിന്നാൻ കൊടുക്കുന്നത് കാണാറുണ്ടോ? അതും ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ എന്തെല്ലാം ഉപയോഗങ്ങളാ ഒരു വാഴ കൊണ്ടുള്ളത് അല്ലേ? പിന്നെ ടീച്ചറെ നോക്കുമ്പോ തേങ്ങ പറിക്കാനായിട്ട് കണാരേട്ടൻ വന്നിട്ടുണ്ട്. കണാരേട്ടൻ തെങ്ങിന്റെ ഉയരത്തിലേക്ക് കയറിയിട്ട് എന്താ ചെയ്യുന്നത്? തേങ്ങ തള്ളി ഇടുന്നുണ്ട് അല്ലേ? തേങ്ങ വലിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. തേങ്ങ വലിക്കാൻ വന്നപ്പോ പിന്നെയോ ഓല വെട്ടിയിടുന്നുണ്ട്. അതുപോലെ അതിൽ നിന്ന് കൊലച്ചില്, കൊതുമ്പ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ തെങ്ങിന്റെ താഴേക്ക് കണാരേട്ടൻ വലിച്ചിടുന്നുണ്ട് അല്ലേ? ഒരു തളയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കണാരേട്ടൻ തെങ്ങിന്റെ മേലെ കയറിയത്. അപ്പൊ നിങ്ങൾക്കറിയാമോ നമുക്ക് തെങ്ങ് എന്തെല്ലാമാണ് തരുന്നതെന്ന്? തെങ്ങ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാ ഉള്ളതെന്ന്? തേങ്ങ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? തേങ്ങ കിട്ടുന്നത് കൂടാതെയോ വലിയ ഓല കൊണ്ട് പണ്ട് പഴയ ആളുകളൊക്കെ എന്താ ചെയ്തിരുന്നറിയോ? നമ്മളെ വീടൊക്കെ ഇപ്പൊ കോൺക്രീറ്റ് അല്ലേ? അന്ന് ഓലമേഞ്ഞ വീടുകളായിരുന്നു. അപ്പൊ ഓലയൊക്കെ മെടഞ്ഞ് വീടുണ്ടാക്കാനും അതുപോലെ വീടിന്റെ മേൽക്കൂര കെട്ടാൻ വേണ്ടിയിട്ടും പശുക്കളുടെ എല്ലാം ആല കെട്ടാനും അതിനൊക്കെ എന്ത് ഉപയോഗിക്കായിരുന്നു? ഓല ഉപയോഗിക്കായിരുന്നു. പിന്നെ അതിന്റെ ഭാഗങ്ങളൊക്കെ, തെങ്ങിന്റെ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു എന്നറിയോ? വിറകായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? കൊതുമ്പ്, കൊലച്ചില്, മട്ടില് എന്നൊക്കെ പറയുന്നത് അതൊക്കെ. പിന്നെ അതിന്റെ നാര്, അതൊക്കെ ആയിരുന്നു അന്ന് വീട് കെട്ടാൻ ഓല എടുക്കാറില്ലേ? ആ ഓല ഉപയോഗിച്ചിട്ട് നാരും കെട്ടിയിട്ടായിരുന്നു അന്ന് വീട് ഉണ്ടാക്കാറ്. വീടിന്റെ മേൽക്കൂര മെനയാറ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അതൊക്കെ വീട്ടിലുള്ളവരോട് ചോദിക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ്? നമ്മളെ ഇളനീര് കുടിക്കാറില്ലേ? കരിക്ക് എല്ലാവർക്കും ഇഷ്ടാണല്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മള് തെങ്ങിന്റെ തടി കൊണ്ട് എന്താണ് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാറുണ്ട്. വീട്ടിലെ ഉപകരണങ്ങളിലെ നമ്മളെ ഇരിക്കുന്ന കസേരയും അതുപോലെ എന്താണ് മേശയും കട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഫർണിച്ചറുകളും നമുക്ക് തെങ്ങിന്റെ തടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ എന്റെ മക്കൾക്ക് അറിയോ? അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന മച്ചിങ്ങയില്ലേ, വെളിച്ചിലെന്ന് പറയൂ, അതുകൊണ്ട് നമ്മൾ വണ്ടി ഉണ്ടാക്കാറില്ലേ? തെങ്ങിന്റെ ഓല കൊണ്ട് നമ്മള് കളിപ്പാട്ടങ്ങളും ഉണ്ടാക്കാറില്ലേ? അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്ത് ഗുണങ്ങളാണുള്ളതില്ലേ? എന്തെന്ത് ഗുണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വാഴയും പഠിച്ചു, തെങ്ങും പഠിച്ചു. അപ്പൊ എന്റെ മക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ.
വീട്ടിന് ചുറ്റും കാണുന്ന സസ്യങ്ങളെയൊക്കെ നമ്മൾ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നതെന്ന് മക്കള് നോക്കി മനസ്സിലാക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.